കാരണം അവർ പറയുന്നത് നിങ്ങൾ പുറത്ത് പഠിച്ചതായതുകൊണ്ട് നിങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും ഒരു വർഷം ഇന്റേൺഷിപ്പ് ചെയ്താലേ നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ തരുള്ളൂ എന്ന് പറഞ്ഞ് ആദ്യമേ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ കഷ്ടപ്പാട്. പക്ഷെ അതിന് ശേഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് തുടങ്ങുന്നത്. കേരള മെഡിക്കൽ കൗൺസിൽ മാത്രം ഇത് ഫോളോ ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിനുള്ള റൂൾസ് ഉണ്ടാക്കി നമ്മളെല്ലാം ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോരോ ഡോക്യുമെന്റ്സ് ആയിട്ട് പരിശോധിച്ചോ എന്ന് RT വഴി ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊന്നും ഇവർ വെരിഫൈ ചെയ്തിട്ടില്ല. കേരളത്തിലെയും പുറത്തുനിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെയും രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. അത് ചെയ്യാൻ അവരെടുത്തത് 1.5 വർഷമാണ്. നമസ്കാരം. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ഉദ്യോഗാർത്ഥികളുടെ വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെ നിലവിലിപ്പോൾ ആ വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. എന്തായാലും വിദേശത്തു നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരളത്തിൽ എത്തിയിട്ടും അവർക്ക് ഇവിടെ ജോലി ലഭിക്കാത്ത സാഹചര്യം, കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ കൃത്യമായ അവരുടെ കാര്യത്തിൽ ഇടപെടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ തന്നെ ഇന്നലെ നമ്മളോട് പങ്കുവച്ചിരുന്നു. എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അതായത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ട് കേരളത്തിൽ എത്തിയിട്ടും മര്യാദയ്ക്ക് ഇവിടെ ജോലി ലഭിക്കാത്ത സാഹചര്യം, അത് നമ്മുടെ സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഉടൻ തന്നെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിലിപ്പോൾ ഈ വിദ്യാർത്ഥികൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. 1000-ൽ പരം വരുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇനിയെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ 2 വർഷം ഇൻറ്റേൺഷിപ്പ് നൽകി ശമ്പളം പോലും നൽകാതെ, അത്തരത്തിലൊരു സ്റ്റൈപ്പൻഡ് പോലും നൽകാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ 24, 25, 26 വയസ്സുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നലെ ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ചിരുന്നു. എന്നാൽ അവരിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. യാതൊരുവിധ നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ രോഹിത് എന്നാണ്. ഞാൻ 5 വർഷത്തോളമായി ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഓൾറെഡി ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഡൽഹിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഞാൻ ഈവൻ 2 വർഷം ഡൽഹി ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്ത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, മൗലാന ആസാദ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്ത ഡോക്ടറാണ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഇപ്പോൾ റീലൊക്കേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷന് വേണ്ടി ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവരെനിക്ക് തരുത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ഡിനൈ ചെയ്യാണ്. കാരണം അവർ പറയുന്നത് നിങ്ങൾ പുറത്ത് പഠിച്ചതായതുകൊണ്ട് നിങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും ഒരു വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്താലേ നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ തരുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ കൗൺസിൽ മെമ്പേഴ്സ് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ ഡിനൈ ചെയ്യാണ്. പക്ഷേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, നമ്മുടെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ 2021 മുതൽ ഓൾ ഇന്ത്യ എല്ലാ സ്റ്റേറ്റും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതിലെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ആർക്കാണ് ആപ്ലിക്കബിൾ അല്ലാത്തതെന്നുള്ളത്. പക്ഷേ എന്നിട്ടും ബാക്കി എല്ലാ സ്റ്റേറ്റ് കൗൺസിലും ഇതെല്ലാം ഫോളോ ചെയ്തിട്ടും കേരള മെഡിക്കൽ കൗൺസിൽ മാത്രം ഇത് ഫോളോ ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിനുള്ള റൂൾസ് ഉണ്ടാക്കി നമ്മളെല്ലാം ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ 6 മാസമായി നാട്ടിൽ വന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കിവിടെ രജിസ്ട്രേഷൻ ഇല്ലാതെ, എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അതല്ല എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് തരാതെ ഇവരെന്നെ ഡിനൈ ചെയ്ത് ഇപ്പോൾ എനിക്ക് ജോലി ഇല്ലാതിരിക്കുകയാണ്. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അത് ആസ് എ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് പോലും ഇവരെന്നെ ഡിനൈ ചെയ്യുന്നതാണ്. എൻ്റെ പേര് സൂര്യനാണ്. ഞാൻ അറൈസ് മെഡിക്കൽ അക്കാദമിയിൽ FMG ഡോക്ടേഴ്സിൻ്റെ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡെയിലി ഒരുപാട് FMGസിനെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഒരു സമരത്തിൽ ഭാഗമായിട്ട് വന്നത് തന്നെ. സിമ്പിളായിട്ട് ഇവരുടെ ആവശ്യം ഇത്രയുള്ളത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പരമോന്നതമായിട്ട് വരുന്നത് NMC ആണ്, നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് ഇതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലും KSMC പാലിക്കുന്നില്ല. കേരളത്തിൽ മാത്രം KSMC NMCക്ക് മുകളിലാണ്.
കാരണം NMCൻ്റെ റൂൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എബ്രോഡ് തിരിച്ചു പോയി ഇന്റേൺഷിപ്പ് ചെയ്തവർക്ക് ഇവിടെ ഡയറക്റ്റ് PR കൊടുക്കണം, ഇന്റേൺഷിപ്പ് പോലും ഇല്ലാതെ ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ട് കൊടുക്കാന്നുള്ള ഫോമാറ്റിൽ. പക്ഷേ KSMC സംബന്ധിച്ചിടത്തോളം അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ NMC നോട്ടീസിൽ ലാസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ഓരോ സ്റ്റേറ്റിനും തീരുമാനം എടുക്കാവുന്നതാണ്. അതായത് ഒരുപാട് റൂൾസ് പറഞ്ഞിട്ട് ലാസ്റ്റ് കൊടുത്തതാണ്, അതായത് ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് എന്താ പറയുക ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കാന്നല്ലേ. പക്ഷേ KSMCനെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും പരിഗണിക്കുന്നില്ല. ഈവനിങ് സ്റ്റുഡൻസ് ഇപ്പം ഡോക്ടർ പാർവതി, ഞാൻ FMG അല്ല, FMG ഡോക്ടേഴ്സിന് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാണ് RIS മെഡിക്കൽ അക്കാദമിയിൽ. എൻ്റെ പേര് പാർവതി. ഞാൻ ചൈനയിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്ത ആളാണ്. 2018 ബാച്ചാണ്. 2024 ജനുവരിയിൽ എൻ്റെ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഇവിടുത്തെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ പാസ്സായ ആളാണ്. കോച്ചിങ്ങിന് പോലും പോകാതെ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ ആളാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ആദ്യമേ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ കഷ്ടപ്പാട്. പക്ഷേ അതിന് ശേഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കഷ്ടപ്പാട് തുടങ്ങുന്നത്. 2024 ജനുവരി പാസ്സായ എനിക്ക് 2025 ജൂലൈ വരെ ഇവർ യാതൊരുവിധ അതായത് നീക്കുപോക്കുമില്ലാതെ സ്ക്രൂട്ടിനി എന്നുള്ള പേരിൽ എൻ്റെ സമയം തള്ളി നീക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഓഫീസിൽ ആ ഓഫീസിലെ ആകെ ജോലി കേരളത്തിലെയും പുറത്തുനിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെയും രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. അത് ചെയ്യാൻ അവരെടുത്തത് 1.5 വർഷമാണ്. ഈ 1.5 വർഷം എടുത്തെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവരത്ര വിശദമായി പരിശോധിച്ചുകൊണ്ടായിരിക്കുമെന്ന്. എന്നാലല്ല. ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്ത സുപ്രധാന രേഖകൾ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ RTI വഴി കഴിഞ്ഞ മാസം ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരുന്നു. അതനുസരിച്ച് ഈ രേഖകൾ വെരിഫിക്കേഷൻ അയച്ചിട്ടില്ല എന്നാണ്. അതായത് NMCയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ സമർപ്പിച്ച സുപ്രധാന രേഖകൾ വെരിഫിക്കേഷന് പോലും അയക്കാതെയാണ് 1.5 വർഷം ഇവർ തള്ളി നീക്കിയത്. ഞാൻ ഓരോരോ ഡോക്യുമെന്റ്സ് ആയിട്ട് പരിശോധിച്ചോ എന്ന് RTI വഴി ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊന്നും ഇവർ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രാക്ടിക്കൽസ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത് വെരിഫൈ പോലും ചെയ്യാതെ ഞാൻ അർഹയാണോ അല്ലയോ എന്ന് ഇവർ എങ്ങനെയാണ് തീരുമാനിച്ചത്? NMCയുടെ നിയമങ്ങൾക്ക് മുകളിലാണോ KSMC? ഒരിക്കലുമല്ല. NMCയെ കൊണ്ട് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ പരിശോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന NMCയുടെ കീഴിൽ വരുന്ന ഒരു ബോഡി മാത്രമാണ് ഓരോ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലും. അതിലൊന്ന് മാത്രമാണ് KSMC. പക്ഷെ അവർ കരുതുന്നത് ഇങ്ങനെയൊന്നും അല്ല. അവർക്ക് NMCക്ക് മുകളിൽ എന്തൊക്കെയോ അധികാരങ്ങളുണ്ട്, സർക്കാരിന് മുകളിൽ എന്തൊക്കെയോ അധികാരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവാതിരിക്കും? നമ്മുടെ കേരള സംസ്ഥാന മെഡിക്കൽ കൗൺസിലിലെ കൗൺസിൽ ബോഡിക്കകത്തുള്ള ഭൂരിഭാഗം ആൾക്കാരും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന്റെ അംഗങ്ങളാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അവർക്ക് വിദേശ മെഡിക്കൽ ബിരുദ ഞങ്ങളെ അംഗീകരിക്കാൻ, ഞങ്ങൾ വെറുതെ വരുമ്പോഴേ ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഇത്രയും കഠിനമായ, അതായത് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി വാർത്തകൾ വന്നിരുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് NEET PGയിലോ INSETയിലോ പോലും ചോദിക്കാത്ത രീതിയിൽ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരെയുള്ള അത്ര കഠിനമായിട്ടുള്ള ഒരു പരീക്ഷ പാസ്സായി വന്നവരാണ് ഈ കുട്ടികൾ. അല്ലാതെ ചൈനയിൽ നിന്നും MBBS കഴിഞ്ഞ് അല്ലെ ഉക്രൈനിൽ നിന്നും MBBS കഴിഞ്ഞ് നേരെ എത്തിയ കുട്ടികളല്ല. ഈ പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് 2, 3, 4, 5 വർഷം എങ്ങനെ അന്യായമായിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നു? ഞങ്ങൾ പല ആവർത്തി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവരുടെ അധികാര ദുർവിനിയോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മുട്ടാൻ ഒരു വാതിലില്ല, പറയാൻ ഒരാളുകൾ ബാക്കിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇനി സമയമില്ല. ഇപ്പം NEET PGക്കുള്ള അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് 1000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് NEET PG എഴുതാനുള്ള അവസരമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. ഇതിനൊക്കെ ആര് മറുപടി പറയും? ഈ കുട്ടികൾക്ക് വർഷങ്ങളായി NEET PGക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് ഈ തവണ പരീക്ഷ എഴുതാൻ പറ്റാതെ വന്ന് അവസരം നഷ്ടപ്പെട്ട് ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സർക്കാർ മറുപടി നൽകുമോ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതാണ് കുട്ടികളുടെ പ്രതികരണം. ഈ പറയുന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ 2021 മുതൽ വന്നതാണ്. അത് കഴിഞ്ഞ് 4 വർഷത്തോളം 23, 25, 26 ഈ വർഷം വരെ 2 നോട്ടിഫിക്കേഷൻ, അങ്ങനെ മൊത്തം 5-6 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം പറയുന്ന ഗൈഡ് ലൈൻസ് എല്ലാ സ്റ്റേറ്റും ഫോളോ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ട് എയിംസ് ഡൽഹിയിൽ, അറിയാലോ എയിംസ് ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ വർക്ക് ചെയ്തവർക്ക് പോലും കേരളത്തിലോട്ട് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ തരത്തില്ല എന്ന് പറഞ്ഞ് ഡിനേ ചെയ്യാണ്. ഇതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ് ഡിനേ ചെയ്യുന്നത് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഒരു കാരണമില്ലാതെ നമ്മളെ ഇങ്ങനെ കാലങ്ങളോളമായി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് KSMC ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളുടെയും പഠിച്ചിറങ്ങിയവരുടെയും എല്ലാവരും തന്നെ അവസ്ഥ. അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്നും ഇത്തരത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബിരുദധാരികളായ വിദ്യാർത്ഥികളാണ് ഈ ഒരു സമരത്തിന് ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെ വാർത്ത ചെയ്തിരുന്നു. അതായത് വിദേശത്ത് നിന്നും ബിരുദം, അതായത് മെഡിക്കൽ ബിരുദം എടുത്ത് വന്നിട്ടും നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഏറെ പ്രതിസന്ധിയാണ് അവരെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലാണ് ഇതിന് ഉതകുന്ന ഒരു തീരുമാനം എടുക്കേണ്ടത്. എന്നാൽ അവർ ഇതുവരെയും ഈ ഒരു ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം ഇതുവരെയും പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവരുടെ ഇൻറ്റേൺഷിപ്പ് അടക്കം
വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അതായത് ഈ ഒരു 2 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ശമ്പളം പോലും തരാൻ തയ്യാറല്ല എന്നാണ് ഇന്നലെ ഗംഗയെ പോലുള്ള വിദ്യാർത്ഥികൾ നമ്മളോട് പ്രതികരിച്ചത്. ഉടൻ തന്നെ ഇത്തരത്തിലുള്ളൊരു വിഷയം പരിഹരിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾ വിദേശത്തേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഉടൻ തന്നെ പരിഹരിക്കേണ്ടതാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.